WCP എഴുതുന്ന നമ്മുടെ കൂട്ടുകാരികൾക്ക് വേണ്ടിയാണ് നമ്മളിന്നൊരു മോഡൽ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത്. നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ്റെ ക്ലാസ്സസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. അതായത് മോഡൽ ക്വസ്റ്റ്യൻ വിത്ത് റിവിഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട WCP എഴുതുന്ന കൂട്ടുകാരികൾക്ക്, അതുപോലെ തന്നെ നമ്മൾ CPO മോഡൽ അഞ്ചോളം മോഡൽ ക്വസ്റ്റ്യൻസ് CPO ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 200ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം WCP എഴുതുന്നവർ മാക്സിമം അത്രയും വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ടോപ്പിക്ക് പഠിക്കുന്നത്, സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ടോപ്പിക്ക് പഠിക്കുന്നത്, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ CPO എക്സാം എഴുതി ഒരുപാട് നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ ക്ലാസ്സസും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അവർ പേഴ്സണലായിട്ടും അല്ലാതെയും കമൻറ്റിലൂടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു 10-13 മാർക്കിലും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ കാരണം. അപ്പം നിങ്ങൾക്കും നല്ലൊരു 15 മേളിൽ മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു സ്പെഷ്യൽ ടോപ്പിക്സ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെന്താണ് ചെയ്യേണ്ടത്, മാക്സിമം നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് അമർത്തി ഒന്ന് വെക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ WCPയുടെ മോഡൽ ക്വസ്റ്റ്യൻ 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത്, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് പറഞ്ഞ് അതിൻ്റെ റിലേറ്റീവ് ഫാക്റ്റും റിവിഷൻ പോലെ അങ്ങ് പറഞ്ഞു പോകാം. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവും, പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് WCP അങ്ങ് ചെയ്തു പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, IPC സെക്ഷൻ 82 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കൃത്യങ്ങളെയാണ് കുറ്റകൃത്യങ്ങളായി കാണാൻ കഴിയാത്തത്? അപ്പോൾ IPC സെക്ഷൻ 82 പ്രകാരം, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ, എന്താണ് പറഞ്ഞത്? ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. IPC സെക്ഷൻ 82 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യത്തെയാണ് കുറ്റകൃത്യങ്ങളായി കാണാൻ സാധിക്കാത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ IPC സെക്ഷൻ 82 പ്രകാരം, അപ്പോൾ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ A 6 വയസ്സ്, ഓപ്ഷൻ B 7 വയസ്സ്, ഓപ്ഷൻ 8 വയസ്സ്, ഓപ്ഷൻ D 5 വയസ്സ്. അപ്പോൾ നമ്മൾ നോക്കണം അവിടെ. അതായത് നമ്മൾ സെക്ഷൻ 82 IPC സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചവർക്കും പഠിച്ച് മനസ്സിലാക്കിയവർക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം. IPC സെക്ഷൻ 82 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറയുന്നത്, 7 വയസ്സിൽ പ്രായമുള്ള കുട്ടിയുടെ കൃത്യത്തെയാണ്. അതായത് 7 വയസ്സിന് താഴെ പ്രായമുള്ളൊരു കുട്ടി ചെയ്യുന്നതൊന്നും കുറ്റകരമാകുന്നില്ല എന്നാണ് IPC സെക്ഷൻ 82 പറഞ്ഞത്. ഇപ്പോഴേ അങ്ങ് ഓർത്ത് വെച്ചോ, പഠിച്ചങ്ങ് വെച്ചോ, ഇപ്പോഴേ പഠിച്ചു വെച്ചോ. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴേ അങ്ങ് പഠിച്ചു വെച്ചോ, മറക്കല്ലേ. IPC സെക്ഷൻ 82 എന്താണ് പറയുന്നത്? 7 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്നതൊന്നും കുറ്റകരം ആകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ B 7 വയസ്സാണ് വരുന്നത്. അതുപോലെ തന്നെ 7 വയസ്സിനും 12 വയസ്സിനും താഴെയുള്ള കുട്ടിക്ക് അതെന്തുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ്? അത് സെക്ഷൻ 83 വരുന്നത്. അതായത് അപക്വമായ ധാരണാശക്തിയും 7 വയസ്സിന് മുകളിലും 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെ കൃത്യം. അതായത് 7 വയസ്സിന് മുകളിലും 12 വയസ്സിന് താഴെയുള്ളതുമായ കുട്ടിക്ക് താൻ ചെയ്യുന്ന പ്രവൃത്തിയും സ്വഭാവവും അതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള പക്വതയും വന്നിട്ടില്ലെങ്കിൽ പ്രസ്തുത കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ല. അപ്പോൾ അത് സെക്ഷൻ 83 പറയുന്നത് 7 മുതൽ 12 വയസ്സാണ്. 7 മുതൽ 12 വയസ്സ്. സെക്ഷൻ 82 പറയുന്നത് 7 വയസ്സിന് താഴെയുള്ള പ്രായമുള്ള കുട്ടികളെയാണ് സെക്ഷൻ 82 പറയുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 84 ഇതിനോട് അങ്ങ് പറഞ്ഞു പോവുക. സെക്ഷൻ 84 പറയുന്നത് ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയുടെ കൃത്യമാണ്. ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയുടെ കൃത്യത്തെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 84. അതും കുറ്റകരമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും പഠിച്ചേ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. CRPC സെക്ഷൻ 167 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക. അപ്പോൾ എന്താണ് പറഞ്ഞത്? CRPC സെക്ഷൻ 167 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക എന്നാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇവിടെ അറിയേണ്ടത് എന്താണ്? പ്രാഥമികമായിട്ട് നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ CRPC സെക്ഷൻ 167 എന്താണെന്നുള്ളൊരു ബേസിക് ഐഡിയ ആണ് വേണ്ടത്. CRPC സെക്ഷൻ 167 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 24 മണിക്കൂറിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാത്തപ്പോഴുള്ള നടപടിയാണ്. അതായത് 24 മണിക്കൂറിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയാത്തപ്പോഴുള്ള നടപടിക്രമത്തെക്കുറിച്ചുള്ള സെക്ഷനാണ് 167. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റും നോക്കി പോവാം. അപ്പം ഇതിനകത്ത് ശരിയായത് കണ്ടെത്തുന്നതാണ്. ശരിയായത് കണ്ടെത്തുക. അപ്പോൾ ഓപ്ഷൻ 1 നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 24 മണിക്കൂറിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയാത്തപ്പോഴുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അത് തന്നെ ശരിയാണ്. അതിൻ്റെ സെക്ഷൻ 167ൻ്റെ ബേസിക് ഇതാണ് വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റിന് കേസിൻ്റെ അധികാരപരിധി ഇല്ലെങ്കിൽ പ്രതിയെ അത്തരം അധികാരപരിധിയുള്ള മജിസ്ട്രേറ്റിന് കൈമാറേണ്ടതാണ്. അത് നമ്മുടെ സെക്ഷൻ 167 പ്രകാരം അത് ശരിയാണ്. അതായത് നമ്മളെ ഇപ്പോൾ അത്തരം കേസിൻ്റെ
അത്തരം കേസിൻ്റെ ഒക്കെ അധികാരപരിധിയിലുള്ള മജിസ്ട്രേറ്റാണ് പ്രതിയെ കൈമാറിയതെങ്കിൽ ഈ ഇപ്പം CRPC സെക്ഷൻ 167 പ്രകാരം മജിസ്ട്രേറ്റിന് കേസിൻ്റെ അധികാരപരിധി ഇല്ലെങ്കിൽ പ്രതിയെ അത്തരം അധികാരപരിധിയുള്ള മജിസ്ട്രേറ്റിന് കൈമാറാവുന്നതാണ്. അപ്പം ഇപ്പം നിലവിലുള്ളൊരു മജിസ്ട്രേറ്റിന് ഈ പറഞ്ഞ കേസിൻ്റെ അധികാരപരിധി ഇല്ലെങ്കിൽ വേറൊരു അധികാരപരിധിയുള്ള മജിസ്ട്രേറ്റിന് കൈമാറേണ്ടതാണെന്നാണ് സെക്ഷൻ 167 പറയുന്നത്. ശരിയായിട്ടുള്ളതാണ്. അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. 5 വർഷത്തിലധികം തടവോ ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം 90 ദിവസത്തിൽ കവിയരുത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാൻ എന്താണ് ചാൻസ്? അപ്പോൾ നമ്മൾ CRPC സെക്ഷൻ 167 പ്രകാരം നമ്മൾ 5 വർഷത്തിലധികം തടവോ അല്ല പഠിക്കുന്നത്. അവിടെ പഠിച്ചു വെച്ചോ, ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചോ. 5 വർഷത്തിലല്ല വരുന്നത്, 10 വർഷത്തിലധികം തടവോ ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് അന്വേഷണം 90 ദിവസത്തിൽ കവിയരുതെന്നാണ്. 5 വർഷത്തിലധികമല്ല, 10 വർഷത്തിലധികമോ ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണമാണ് 90 ദിവസത്തിൽ കവിയരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 10 ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഇവിടെ 5 ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പം 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 2ഉം ശരിയായിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് CRPC സെക്ഷൻ 167 പറഞ്ഞു പോകാം. CRPC സെക്ഷൻ 167 എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയാത്തപ്പോഴുള്ള കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന് കേസിൻ്റെ അധികാരപരിധി ഇല്ലെങ്കിൽ പ്രതിയെ അത്തരം അധികാരപരിധിയിലുള്ള മജിസ്ട്രേറ്റിന് കൈമാറേണ്ടതാണ്. അതുപോലെ തന്നെ 10 വർഷത്തിലധികം തടവോ ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം 90 ദിവസത്തിൽ കവിയരുത്. പിന്നെ സെക്ഷൻ 167 പ്രകാരം വേറൊരു പോയിന്റ് കൂടെ ഓർത്ത് വെച്ചോ. CRPC സെക്ഷൻ 167 പ്രകാരം, അതായത് ഇത്രയേ ഉള്ളൂ, അതോടൊത്ത് ഓർത്ത് വെച്ചോ. പ്രസ്തുത 90 ദിവസമോ 60 ദിവസമോ കഴിഞ്ഞാൽ പ്രതിയെ ജാമ്യത്തിൽ വിട്ടേക്കാം. അപ്പോൾ 90 ദിവസം നമ്മൾ പറഞ്ഞല്ലോ, 90 ദിവസം. അപ്പോൾ 90 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രതിയെ ജാമ്യത്തിൽ വിട്ടയക്കാമെന്നും സെക്ഷൻ 167 പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതിയെ 15 ദിവസത്തേക്ക് ഉചിതമായ കസ്റ്റഡിയിൽ തടഞ്ഞു വെക്കാൻ അധികാരം നൽകാനാണ് മജിസ്ട്രേറ്റിനെ. അപ്പോൾ ഇത്രയുമാണ് വരുന്നത് സെക്ഷൻ 167 പ്രകാരം. അപ്പോൾ ഇത് 3 ഓർത്ത് വെച്ചാൽ മതി. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഇത്രയേ ഉള്ളൂ. 24 മണിക്കൂറിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയാത്തപ്പോഴുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന് കേസിൻ്റെ അധികാരപരിധി ഇല്ലെങ്കിൽ പ്രതിയെ അത്തരം അധികാരപരിധിയിലുള്ള മജിസ്ട്രേറ്റിന് കൈമാറേണ്ടതാണ്. പിന്നെ 10 വർഷത്തിലധികം തടവോ ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം 90 ദിനത്തിൽ കവിയില്ല. അതുപോലെ തന്നെ ഇതോടെ ഓർത്ത് വെച്ചോ. ഇതോടെ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ ആ പോയിന്റോടെ ഓർത്ത് വെച്ചോ. അതായത് 90 ദിവസം കഴിഞ്ഞാൽ പ്രതിയെ ജാമ്യത്തിൽ വിട്ടയക്കാനാണ്. പ്രസ്തുത 90 ദിവസത്തിനുള്ളിൽ അന്വേഷണം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ജാമ്യത്തിൽ വിട്ടയക്കാം എന്നാണ് പറയുന്നത്. സെക്ഷൻ 167 CRPC സെക്ഷന്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു വസ്തുത മറ്റൊരു വസ്തുതയുടെ നിശ്ചയ തെളിവായി ഈ ആക്ടിനാൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തുത തെളിയിക്കപ്പെടുന്നതിന് വേണ്ടി കോടതി മുൻപാകെ നൽകുന്ന തെളിവിനെ പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു വസ്തുത മറ്റൊരു വസ്തുതയുടെ നിശ്ചയ തെളിവായി ഈ ആക്ടിനാൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തുത നിശ്ചയിക്കപ്പെടുന്നതിന് വേണ്ടി കോടതി മുൻപാകെ നൽകുന്ന തെളിവിനെ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ ഡോക്യുമെൻ്ററി എവിഡൻസ്, ഓപ്ഷൻ ബി പ്രൈമറി എവിഡൻസ്, ഓപ്ഷൻ സി സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, ഓപ്ഷൻ ഡി കൺക്ലൂസീവ് എവിഡൻസ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ എന്താണ് നമ്മൾ പറയുന്നത്? അതായത് ഒരു വസ്തുത മറ്റൊരു വസ്തുതയുടെ നിശ്ചയ തെളിവായി ഈ ആക്ടിനാൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തുത തെളിയിക്കപ്പെടുന്നതിന് വേണ്ടി കോടതി മുമ്പാകെ നൽകുന്ന തെളിവിനെ എന്താണ് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓപ്ഷൻ ഡി കൺക്ലൂസീവ് എവിഡൻസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി കൺക്ലൂസീവ് എവിഡൻസ്. അപ്പോൾ കൺക്ലൂസീവ് എവിഡൻസ് പറഞ്ഞാൽ ഇനി മുതൽ നമ്മൾ പറയാം. കൺക്ലൂസീവ് എവിഡൻസ് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയേണ്ടത്? ഒരു വസ്തുത മറ്റൊരു വസ്തുതയുടെ നിശ്ചയ തെളിവായി ഈ ആക്ടിനാൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തുത തെളിയിക്കപ്പെടുന്നതിനു വേണ്ടി കോടതി മുമ്പാകെ നൽകുന്ന തെളിവിനെ പറയുന്നതാണ് കൺക്ലൂസീവ് എവിഡൻസ്. ആ കൺക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ആ വേടങ്ങ് ഓർത്ത് വെച്ചാൽ കൺക്ലൂസീവ് എവിഡൻസ്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് പഠിച്ചു പോകാം. ഡോക്യുമെൻ്ററി എവിഡൻസ് എന്താണ്?
ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറഞ്ഞാൽ ആ പേര് കേൾക്കുമ്പോൾ പരിശോധനയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കുന്ന രേഖകളെ പറയുന്നതാണ് ഡോക്യുമെൻ്ററി നമ്മൾ ക്ലാസ്സിൽ അതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഡോക്യുമെൻ്ററി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, രേഖകളല്ലേ വരുന്നത്. പരിശോധനയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കുന്ന രേഖകളെ പറയുന്നതാണ് ഡോക്യുമെൻ്ററി എവിഡൻസ്. അടുത്തത് പ്രൈമറി എവിഡൻസ്. എന്താണ് പ്രൈമറി എവിഡൻസ്? നമ്മൾ പഠിച്ചതാണ്. കോടതിയുടെ പരിശോധനയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള റെക്കോർഡുകളെ പ്രൈമറി എവിഡൻസ് അഥവാ ലീസ്റ്റ് എവിഡൻസ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? കോടതിയുടെ പരിശോധനയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള റെക്കോർഡുകളെ പ്രൈമറി എവിഡൻസ് അല്ലെങ്കിൽ ലീസ്റ്റ് എവിഡൻസ് എന്നും പറയുന്നു. അതുപോലെ തന്നെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്താണ് പറയുന്നത്? നമ്മൾ പഠിച്ചതാണ്. ഒരു കുറ്റം ചെയ്തയാൾ ഇന്നയാളായിരിക്കുമെന്ന് സാഹചര്യത്തിന് അനുസൃതമായി നൽകുന്ന തെളിവിന്, അത് സാഹചര്യ തെളിവിന് അങ്ങനെ കൊടുത്തു. സർക്കംസ്റ്റാൻഷ്യൽ, ആ വേർഡ് കൊടുത്തു വെച്ചാൽ സർക്കംസ്റ്റാൻഷ്യൽ. അപ്പോൾ മറക്കല്ലേ, കൺക്ലൂസീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വസ്തുത മറ്റൊരു വസ്തുതയുടെ നിശ്ചയ തെളിവായി ഈ ആക്ടിനാൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തുത തെളിയിക്കപ്പെടുന്നതിന് വേണ്ടി കോടതി മുമ്പാകെ നൽകുന്ന തെളിവിനെ പറയുന്നതാണ് കൺക്ലൂസീവ് എവിഡൻസ്. ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറഞ്ഞാൽ പരിശോധനയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കുന്ന രേഖകളെ പറയുന്നതാണ് ഡോക്യുമെൻ്ററി എവിഡൻസ്. പ്രൈമറി എവിഡൻസ് കോടതിയുടെ പരിശോധനയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള റെക്കോർഡുകളെ പ്രൈമറി എവിഡൻസ് അഥവാ എന്താണ് പറയുന്നത്? ലീസ്റ്റ് എവിഡൻസ് എന്നും പറയും. അതുപോലെ തന്നെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു കുറ്റം ചെയ്തയാൾ ഇന്നയാളായിരിക്കുമെന്ന് സാഹചര്യത്തിന് അനുസൃതമായി നൽകുന്ന തെളിവിനെയാണ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയ? അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ഇനി കേരള പോലീസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. കേരള പോലീസ് നിയമം 2011 പ്രകാരം സെക്ഷൻ 118 ഉൾപ്പെട്ടിരുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. അപ്പോൾ എന്താണ് പറഞ്ഞത്? കേരള പോലീസ് നിയമം 2011 പ്രകാരം സെക്ഷൻ 118 ഉൾപ്പെട്ടിരുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക എന്നാണ് അപ്പം പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ശരിയല്ലാത്തത് എന്നാണ് തിരഞ്ഞെടുക്കുക. അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അറിഞ്ഞുകൊണ്ട് പോലീസിനെയോ ഫയർ സർവീസിനെയോ മറ്റേതെങ്കിലും അവശ്യ സർവീസിനെയോ വഴിതെറ്റി കിംവദന്തി പരത്തുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എന്തെങ്കിലും കൃത്യനിർവഹണത്തിൽ നിന്നും തടയണമെന്ന് പ്രത്യക്ഷമായ ഉദ്ദേശത്തോടെ ഭീഷണിപ്പെടുത്തുകയും തടയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ക്രമസമാധാന പാലനത്തിൽ വളരെയധികം ആളുകളെ അടിയന്തര ആവശ്യമുള്ള പ്രത്യേക പരിസ്ഥിതിയിൽ സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നിയമിക്കാവുന്നത്. അപ്പോൾ ഓരോ നോക്കുമ്പോൾ ഇതിനകത്ത് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ് വരുന്നത്. സെക്ഷൻ 118 വരുന്നത്. കേരള പോലീസ് ആക്ട് സെക്ഷൻ 118 118 എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സെക്ഷൻ 118 പഠിച്ചതാണ്. 118 എന്താണ് വരുന്നത്? ഗുരുതരമായ ക്രമസമാധാന ലംഘനമോ അപായമോ ഉണ്ടാകുന്നതിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 118 വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ മാർക്ക് ചെയ്തോണേ. ശരിയല്ലാത്തത്. അപ്പോൾ ഓരോ നോക്കാം. സെക്ഷൻ 118 നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അറിഞ്ഞുകൊണ്ട് പോലീസിനെയോ ഫയർ സർവീസിനെയോ മറ്റേതെങ്കിലും അവശ്യ സർവീസിനെയോ വഴിതെറ്റിക്കാൻ കിംവദന്തി പരത്തുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? സെക്ഷൻ 118 എന്താണ് പറയുന്നത്? കേരള പോലീസ് ആക്ട് സെക്ഷൻ 118 എന്താണ് പറയുന്നത്? ഗുരുതരമായ ക്രമസമാധാന ലംഘനമോ അപായമോ ഉണ്ടാക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ്. അതായത് ഗുരുതരമായ ക്രമസമാധാന ലംഘനമോ അപായമോ ഉണ്ടാക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ്. ആ സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട് പോലീസിൻ്റെയോ ഫയർ സർവീസിനെയോ മറ്റേതെങ്കിലും അവശ്യ സർവീസിനെയോ വഴിതെറ്റിക്കാൻ കിംവദന്തി പരത്തുകയോ അതുപോലെ തന്നെ വ്യാജമായി അപകട സൂചന നൽകുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 118 പ്രകാരം ശിക്ഷ എന്താണ് വരുന്നത്? ശിക്ഷയുടെ അങ്ങ് ഓർത്ത് വെച്ചാൽ സെക്ഷൻ 118 പ്രകാരം ശിക്ഷ വരുന്നത് 3 വർഷം വരെ ആകാവുന്ന തടവോ 10,000 രൂപയിൽ കവിയാത്ത പിഴയോ ഇവ രണ്ടും കൂടിയോ നൽകി ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ശരിയായിട്ടാണ് വരുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും കൃത്യനിർവഹണത്തിൽ നിന്നും തടയണമെന്ന പ്രത്യക്ഷമായ ഉദ്ദേശത്തോടെ ഭീഷണിപ്പെടുത്തുകയും തടയുകയും കയ്യേറ്റം ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും കൃത്യനിർവഹണത്തിൽ നിന്നും തടയണമെന്ന പ്രത്യക്ഷമായ ഉദ്ദേശത്തോടെ ഭീഷണിപ്പെടുത്തുകയോ തടയുകയോ കയ്യേറ്റം ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏത് സെക്ഷനാണ് വരുന്നത്? സെക്ഷൻ 118 അത് വരില്ല. സെക്ഷൻ 118 വരത്തില്ല. സെക്ഷൻ 117 ഇത് വരുന്നത്. അതായത് പോലീസിൻ്റെ ചുമതലകൾ ഇടപെടുന്നതിനുള്ള ശിക്ഷയാണ്. സെക്ഷൻ 117 ഇവിടെ വരുന്നത്. ഇത് സെക്ഷൻ 117 ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള ശിക്ഷയാണ് അവിടെ വരുന്നത്. പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെട്ടാലുള്ള സെക്ഷൻ 117 പ്രകാരമുള്ള ശിക്ഷ എന്താണ്? അതും സെയിം ആണ്. 3 വർഷം വരെ ആകാവുന്ന തടവോ 10,000 രൂപയിൽ കവിയാത്ത പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി നൽകി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. തെറ്റെന്ന് ഉദ്ദേശിച്ചത് 118 ബന്ധപ്പെട്ടതല്ല. അപ്പം തെറ്റായിട്ടുള്ളതാണ്.
അപ്പം അടുത്ത നോക്കാം നമുക്ക്. ക്രമസമാധാന പാലനത്തിന് വളരെയധികം ആളുകളെ അടിയന്തര ആവശ്യമുള്ള പ്രത്യേക പരിസ്ഥിതിയിൽ സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നിയമിക്കാവുന്ന. അതൊരിക്കലും ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും സെക്ഷൻ 118 വരത്തില്ല. അതായത് ക്രമസമാധാന പാലനത്തിന് വളരെയധികം ആളുകളെ അടിയന്തര ആവശ്യമുള്ള പ്രത്യേക പരിസ്ഥിതിയിൽ സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നിയമിക്കാവുന്നതാണ് എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? നമ്മൾ പഠിച്ചാണ് സെക്ഷൻ 98. സെക്ഷൻ 98 എന്താണ്? സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥർ. നമ്മൾ കേരള പോലീസ് സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥർ, സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് അഥവാ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥർ. നമ്മൾ കേരള പോലീസ് ആക്ടിൻ്റെ ക്ലാസ്സിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. തെറ്റെന്ന് ഉദ്ദേശിച്ചത് 118 ഉൾപ്പെട്ടിട്ടില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് ഇതിനകത്ത് ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ? അപ്പോൾ 2, 3 അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ ജനറൽ താഴെ പറയുന്ന ഏത് യോഗ്യതയിലുള്ള വ്യക്തിയായിരിക്കണം? അപ്പോൾ എന്താണ്? നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ ജനറൽ താഴെ പറയുന്ന ഏത് യോഗ്യതയിലുള്ള വ്യക്തിയായിരിക്കണം? അപ്പോൾ NDPS ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓപ്ഷൻ എ IAS അല്ലെങ്കിൽ IPS, ഓപ്ഷൻ ബി IPS അല്ലെങ്കിൽ IFS, ഓപ്ഷൻ സി IPS അല്ലെങ്കിൽ IRS, ഓപ്ഷൻ ഡി IAS അല്ലെങ്കിൽ IRS. അപ്പം നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ ജനറൽ താഴെ പറയുന്ന ഏത് യോഗ്യതയുള്ള വ്യക്തിയായിരിക്കണം? ഇപ്പോഴേ പഠിച്ചു വെച്ചോ IPS അല്ലെങ്കിൽ IRS. ഇന്ന പോലീസ് സർവീസ് അല്ലെങ്കിൽ IRS മീൻസ് എന്ത്? ഇന്ത്യൻ റവന്യൂ സർവീസ്. അപ്പോൾ IPS അല്ലെങ്കിൽ IRS യോഗ്യതയുള്ള ഉദ്യോഗസ്ഥരായിരിക്കണം നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ ജനറലായി വരേണ്ടത്. മറക്കല്ലേ, ഇനി പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പോക്സോ ആക്ട് പ്രകാരം താഴെ പറയുന്നവയെ ശരിയായി ക്രമപ്പെടുത്തുക. അപ്പോൾ പോക്സോ ആക്ട് പ്രകാരം താഴെ പറയുന്നവയെ ശരിയായി ക്രമപ്പെടുത്തുക എന്നാണ്. സ്പെഷ്യൽ കോടതികൾ, അപ്പോൾ 4 ഇത് തന്നിട്ടുണ്ട്, ശരിയായിട്ട് നമുക്ക് രേഖപ്പെടുത്താനാണ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്. സ്പെഷ്യൽ കോടതികൾ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടിക്രമം, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ, ചൈൽഡ് പോണോഗ്രഫിക്ക് കുട്ടികളെ ഉപയോഗിക്കുന്നത്. അപ്പോൾ പോക്സോ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ സെക്ഷൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. സ്പെഷ്യൽ കോടതികൾ വരുന്നത് ഏതൊക്കെ സെക്ഷനിലാണ്? സ്പെഷ്യൽ കോടതികൾ വരുന്നത് 28 മുതൽ 32 വരെയല്ലേ സ്പെഷ്യൽ കോടതികൾ വരുന്നത്? ക്ലിയർ ആയ? അടുത്തത് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടിക്രമം. കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഏതാണ് വരുന്നത്? 19 മുതൽ 23 വരെ അല്ലേ? 19 മുതൽ 23 വരെ അല്ലേ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടിക്രമം. അതുപോലെ തന്നെ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ഓപ്ഷൻ സി തന്നെയാണ് വരുന്നത്. കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ 3 മുതൽ 12 വരെയാണ്. 3 മുതൽ 12 വരെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ 3 മുതൽ 12, സെക്ഷൻ 3 മുതൽ 12 വരെ. അതുപോലെ തന്നെ ചൈൽഡ് പോണോഗ്രഫിക്ക് കുട്ടികളെ ഉപയോഗപ്പെടുത്തുന്നത് 13 മുതൽ 15 വരെയാണ്. ചൈൽഡ് പോണോഗ്രഫിക്ക് കുട്ടികളെ ഉപയോഗപ്പെടുത്തുന്നത് 13 മുതൽ സെക്ഷൻ 13 മുതൽ 15 വരെ. അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇത് ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയ ഓപ്ഷൻ ഡി ആണ്. 1D, 2B, 3C, 4A. ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ ഇനി ആൻസർ അങ്ങ് ശരിക്കും പറഞ്ഞു പോകാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്പെഷ്യൽ കോടതികൾ വരുന്നത് പോക്സോ ആക്ട് പ്രകാരം 28 മുതൽ സെക്ഷൻ 28 മുതൽ 32 വരെയാണ് സ്പെഷ്യൽ കോടതികൾ വരുന്നത്. അതുപോലെ തന്നെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടിക്രമം വരുന്നത് സെക്ഷൻ 19 മുതൽ സെക്ഷൻ 23 വരെയാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടിക്രമം വരുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ വരുന്നത് സെക്ഷൻ 3 മുതൽ 12 വരെയാണ്. സെക്ഷൻ 3 മുതൽ 12 വരെയാണ് വരുന്നത്. അതുപോലെ തന്നെ ചൈൽഡ് പോണോഗ്രഫിക്ക് കുട്ടികളെ ഉപയോഗപ്പെടുത്തുന്നത് പോണോഗ്രഫിക്ക് കുട്ടികളെ ഉപയോഗപ്പെടുത്തുന്നത് സെക്ഷൻ 13 മുതൽ 15 വരെയാണ്. സെക്ഷൻ 13 മുതൽ 15 വരെയാണ്. ക്ലിയർ ആയേ? നിങ്ങൾക്ക് ഒന്നുകൂടെ റിവിഷൻ പോലെ ആയി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. IT നിയമത്തിലെ സെക്ഷൻ 67 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. IT നിയമത്തിലെ സെക്ഷൻ 67 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് നോക്കണം. നമുക്കപ്പോൾ ഓരോ നോക്കിപ്പോവാം. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് നോക്കി പഠിച്ചങ്ങ് പോവാം. സെക്ഷൻ 67. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻ്റർനെറ്റ് വഴി അശ്ലീലമായ ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കുന്നതും കൈമാറുന്നതും കുറ്റകരമാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്ഷൻ 67 അതാണ് പറയുന്നത്. ഇൻ്റർനെറ്റ് വഴി അശ്ലീലമായ ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കുന്നതും കൈമാറുന്നതും കുറ്റകരമാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ആദ്യ തവണ കുറ്റത്തിന് 2 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കുന്നു. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആദ്യ തവണ കുറ്റം ചെയ്യുമ്പോൾ 2 വർഷമല്ല
3 വർഷമാണ്, 2 വർഷമല്ല 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയുമാണ്. 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ തവണയായി കുറ്റം ചെയ്താൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്നതാണ്. അപ്പം ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റുമാണ് ശരിയായിട്ടുള്ളത്, മൂന്നാമത്തെ തെറ്റാണ്. അപ്പോൾ നോക്കാം, ഇവയെല്ലാം ശരിയാണ്, 1, 2 ശരിയാണ്, 1, 3 ശരിയാണ്, 2, 3 ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ? ഓപ്ഷൻ സി അല്ലേ വരുന്നത്, 1, 3 അല്ലേ ശരിയായിട്ടുള്ളത്. അപ്പം സെക്ഷൻ 67 വെച്ച് നമുക്കൊന്നുകൂടെ പറഞ്ഞു പഠിക്കാം. IT ആക്ട് സെക്ഷൻ 67 എന്താണ് പറയുന്നത്? ഇൻ്റർനെറ്റ് വഴി അശ്ലീലമായ ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കുന്നതും കൈമാറുന്നതും കുറ്റകരമാണ്. അതുപോലെ തന്നെ ആദ്യത്തെ തവണ 2 വർഷമല്ല, ആദ്യത്തെ തവണ കുറ്റത്തിന് 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ തവണയായി കുറ്റം ചെയ്താൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്നതാണ്. ക്ലിയർ ആയേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. IPC സെക്ഷൻ 314 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അപ്പോൾ എന്താണ് പറയുന്നത്? IPC സെക്ഷൻ 314. അപ്പം നമ്മൾ പെട്ടെന്ന് ഓർക്കണേ, നമ്മൾ പഠിച്ചതാണ് IPC സെക്ഷൻ 314 എന്താണ് IPC സെക്ഷൻ 314 വരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. IPC സെക്ഷൻ 314 വരുന്നത് എന്താണ് വരുന്നത്? നിങ്ങൾ പെട്ടെന്ന് ആലോചിച്ച്, ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കൃത്യം ചെയ്ത് മരണം സംഭവിപ്പിക്കുന്നതല്ലേ IPC സെക്ഷൻ 314 വരുന്നത്? ആ ഒരു ബേസിക് ഒരു, അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഫസ്റ്റിൽ ഇങ്ങനെ സെക്ഷൻസ് കാണിക്കും. ആ സെക്ഷൻസ് കാണിക്കുമ്പോൾ തന്നെ നമ്മൾ സെക്ഷൻസുമായിട്ട് ആ സെക്ഷൻസ് ഏതാണെന്നുള്ളൊരു നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കത്തണം, എന്നാലേ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തെറ്റാണോ ശരിയാണെന്നുള്ളത് കിട്ടത്തുള്ളൂ. അപ്പോൾ സെക്ഷൻ 314 എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചതാണ്? ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കുറ്റകൃത്യം ചെയ്ത് മരണം സംഭവിപ്പിക്കുന്നതിനെയാണ് സെക്ഷൻ 314. അപ്പോൾ സെക്ഷൻ 314 ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. അത് തെറ്റാണോ ശരിയാണോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള കുറ്റകൃത്യം ചെയ്താൽ 5 വർഷം വരെ തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കുന്നതാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള കുറ്റകൃത്യം ചെയ്താൽ 5 വർഷം തടവും അതുപോലെ തന്നെ തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കുന്നതാണ്. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അങ്ങനെയുള്ള സ്ത്രീയുടെ കൂടിയുള്ള കുറ്റകൃത്യം, ഒരു സ്ത്രീയുടെ ആ കുറ്റകൃത്യത്തിന് വരുന്നത് 5 വർഷം വരെ തടവല്ല വരുന്നത്. അവിടെ 5 വർഷം വരെ തടവല്ല വരുന്നത്. അവിടെ വരുന്നത്, ഒരു മിനിറ്റ്, ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഉള്ള കുറ്റകൃത്യം ചെയ്താൽ അവിടെ വരുന്നത് 10 വർഷം വരെ തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയുമാണ് അർഹനാവുന്നത് കേട്ടോ. 10 വർഷമാണ് ഇവിടെ, 5 വർഷമല്ല 10 വർഷമാണ്. അടുത്തത്, ഒരു ഗർഭിണിയായ സ്ത്രീയുടെ മരണം സംഭവിക്കാൻ ഇടയാകുന്ന കുറ്റകൃത്യം ചെയ്താൽ 8 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. കാരണം സ്ത്രീയുടെ മരണം സംഭവിക്കുകയാണെങ്കിൽ അവിടെ വരുന്നത് ജീവപര്യന്തം തടവ് ശിക്ഷയോ അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞ ശിക്ഷ, അതായത് 10 വർഷം വരെ തടവ് ശിക്ഷയോ, അതായത് ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് മരണം സംഭവിച്ചാൽ അവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട അതങ്ങ് പറഞ്ഞു പോകും. അപ്പം പറഞ്ഞു പോകുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ ഇച്ചിരി കൺഫ്യൂസിങ് ആയതുകൊണ്ട് എനിക്ക് എന്തൊക്കെ കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻസ് അങ്ങ് പറഞ്ഞു പോവാം. സെക്ഷൻ 312 ആണ് തുടങ്ങുന്നത്. സെക്ഷൻ 312 എന്ന് പറഞ്ഞാൽ, അതായത് IPC സെക്ഷൻ 312 എന്ന് പറഞ്ഞാൽ ഗർഭം അലസിപ്പിക്കലാണ്. അതായത് ഒരു സ്ത്രീയുടെ ഗർഭം ഉത്തമ വിശ്വാസപൂർവ്വം ആ സ്ത്രീയുടെ ജീവൻ രക്ഷിപ്പിക്കുവാൻ വേണ്ടിയല്ലാതെ സ്വമേധയാ അലസിപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കും സെക്ഷൻ 312 പ്രകാരം കുറ്റകരമായ ശിക്ഷയ്ക്ക് അർഹനാണ്. അതിൻ്റെ ശിക്ഷ എന്താണ്? 3 വർഷം. സെക്ഷൻ 312 ശിക്ഷ എന്താണ്? ഗർഭം അലസിപ്പിക്കലിൻ്റെ 3 വർഷം വരെ തടവ് ശിക്ഷയോ അല്ലെങ്കിൽ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ ലഭിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീ ചലിക്കുന്ന ഗർഭസ്ഥ ശിശുവോടെ കൂടിയുള്ളവളാണെങ്കിൽ ഗർഭം അലസിപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കും 7 വർഷമാവുന്ന കാലത്തേക്ക് തടവ് ശിക്ഷയോ കൂടാതെ പിഴ ശിക്ഷയോ ലഭിക്കുന്നതാണ്. അടുത്ത സെക്ഷൻ 313, ഇതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻസാണ്. സെക്ഷൻ 313 വരുന്നത് സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കുന്നതിനാണ്. അതിൻ്റെ സെക്ഷൻ എന്താണ് വരുന്നത്? അതിൻ്റെ ശിക്ഷ എന്താണ് വരുന്നത്? സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കുന്നതിനുള്ള ശിക്ഷ വരുന്നത് 10 വർഷം വരെ
10 വർഷം വരെ ജീവപര്യന്തം തടവ് ശിക്ഷയോ അല്ലെങ്കിൽ 10 വർഷം വരെ ആവുന്ന കാലത്തേക്ക് ഉള്ള ശിക്ഷയോ രണ്ടിലേതെങ്കിലും തരത്തിൽപ്പെട്ട തടവ് ശിക്ഷയോ നൽകി ശിക്ഷിക്കപ്പെടാവുന്നതാണ്. അപ്പം 10 വർഷം മുതലോ അല്ലെങ്കിൽ ജീവപര്യന്തം വരെ ആവുന്നതാണ്. അതുപോലെ തന്നെ ഒരു സെക്ഷൻ 314 എന്താണ്, ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കൃത്യം ചെയ്ത് മരണം സംഭവിക്കുന്നതാണ് സെക്ഷൻ 314 വരുന്നത്. അതിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ 10 വർഷം മുതൽ ജീവപര്യന്തം വരെയാണ്. അതുപോലെ തന്നെ പിഴ ശിക്ഷയും ലഭിക്കുന്നതാണ്. ക്ലിയറായി? അടുത്തത് NDPS ബന്ധപ്പെട്ടാണ്. നർക്കോട്ടിക് ബ്യൂറോയുടെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏത്? അപ്പോൾ എന്താണ് ചോദിച്ചത്? നർക്കോട്ടിക് ബ്യൂറോയെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ സെക്ഷൻ 24(1) സെക്ഷൻ 24(1) NDPS ആക്ട്. അടുത്തത് CRPCയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്ന് തെറ്റായത് കണ്ടെത്തുക. CRPCയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്ന് തെറ്റായത് കണ്ടെത്തുന്നതാണ്. സെക്ഷൻ 41D ചോദ്യം ചെയ്യൽ സമയത്ത് താൻ തിരഞ്ഞെടുക്കുന്ന ഒരു വക്കീലിനെ കാണാനുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ അവകാശം. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് സെക്ഷൻ 41D. ശരിയാണ്. അതുപോലെ തന്നെ CRPC സെക്ഷൻ 43 സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റും അങ്ങനെ അറസ്റ്റ് ചെയ്താലുള്ള നടപടിക്രമവും അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 74 പോലീസ് ഉദ്യോഗസ്ഥന് അധികാരപ്പെടുത്തി കൊടുക്കുന്ന വാറണ്ട്, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇവയെല്ലാം ശരിയായിട്ടുള്ളതാണ് വരുന്നത്. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ. കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനോ തടയുന്നതിനോ വേണ്ടി വിവരണങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നത് ഔദ്യോഗിക ആവശ്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് എന്ന് പരാമർശിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്? ഒന്നുകൂടെ നമുക്ക് ക്വസ്റ്റ്യൻ പറയാം. കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനോ തടയുന്നതിനോ വേണ്ടി വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നത് ഔദ്യോഗിക ആവശ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്ന് പരാമർശിക്കുന്ന കേരള പോലീസ് ആക്ടിലെ നിയമമാണ്. അപ്പോൾ നിയമം ഏതെന്നാണ് ചോദിച്ചത്? വകുപ്പ് ഏതെന്നാണ് ചോദിച്ചത്? അപ്പോൾ സെക്ഷൻ 31 അല്ലേ പോലീസ് വിവരങ്ങൾ രഹസ്യമാക്കി സൂക്ഷിക്കുക. സെക്ഷൻ 31. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. അതായത് കേരള പോലീസ് ആക്ട് സെക്ഷൻ 31 പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക എന്ന സെക്ഷനിൽ വരുന്ന പോയിന്റാണ് ഈ പറയുന്നത്. അതായത് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനോ തടയുന്നതിനോ വേണ്ടി വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നത് ഔദ്യോഗിക ആവശ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്ന് പരാമർശിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 31, കേരള പോലീസ് ആക്ട് 31. അപ്പോൾ ഇനി നമുക്ക് സെക്ഷൻ 33 കൂടെ ഒന്ന് പറഞ്ഞു. അത് നമ്മുടെ സിലബസിലുള്ളതാണ്. സെക്ഷൻ 33 എന്താണ് പറയുന്നത്? ആൻസർ സെക്ഷൻ എ ആണ്. സെക്ഷൻ 31. സെക്ഷൻ 33 കൂടെ അങ്ങ് പറഞ്ഞു. അത് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളതാണ്. പോലീസിനും പൊതുജനങ്ങൾക്കും ഓഡിയോ, വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 33, കേരള പോലീസ് ആക്ട് സെക്ഷൻ 33. ക്ലിയറായി? അടുത്തത് IPC പ്രകാരം താഴെ പറയുന്നവയെ ശരിയായ ജോഡികളാക്കുക എന്നതാണ്. അതായത് കളവ് മുതൽ നേരുകേടായി സ്വീകരിക്കുന്നത്, അതുപോലെ തന്നെ കുറ്റകരമായ വിശ്വാസ ലംഘനം, വസ്തുവിൻ്റെ നേരുകേടായ ദുർവിനിയോഗം, അതുപോലെ തന്നെ മരണസമയത്ത് പരേതൻ്റെ കൈവശമുണ്ടായിരുന്ന വസ്തുവിൻ്റെ നേരുകേടായ ദുർവിനിയോഗം എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കാം. കളവ് മുതൽ നേരുകേടായി സ്വീകരിക്കുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് സെക്ഷൻ 400 IPC സെക്ഷൻ 411 കളവ് മുതൽ നേരുകേടായി സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ കുറ്റകരമായ വിശ്വാസ ലംഘനം വരുന്നത് ഏതാണ്? കുറ്റകരമായ വിശ്വാസ ലംഘനം വരുന്നത് IPC സെക്ഷൻ 405 തന്നെയാണ്. അപ്പോൾ കുറ്റകരമായ വിശ്വാസ ലംഘനം IPC സെക്ഷൻ 405 ആണ് വരുന്നത്. അതുപോലെ തന്നെ വസ്തുവിൻ്റെ നേരുകേടായ ദുർവിനിയോഗം വരുന്നത് IPC സെക്ഷൻ 403 ആണ്. IPC സെക്ഷൻ 403 മറക്കല്ലേ, IPC സെക്ഷൻ 403. അതുപോലെ തന്നെ മരണസമയത്ത് പരേതൻ്റെ കൈവശമുണ്ടായിരുന്ന വസ്തുവിൻ്റെ നേരുകേടായ ദുർവിനിയോഗം വരുന്നത് IPC സെക്ഷൻ 404 ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു പോകാം. കളവ് മുതൽ നേരുകേടായി സ്വീകരിക്കുന്നത് IPC സെക്ഷൻ 411, കുറ്റകരമായ വിശ്വാസ ലംഘനം IPC സെക്ഷൻ 405, വസ്തുവിൻ്റെ നേരുകേടായ ദുർവിനിയോഗം IPC സെക്ഷൻ 404, മരണസമയത്ത് പരേതൻ്റെ കൈവശമുണ്ടായിരുന്ന വസ്തുവിൻ്റെ നേരുകേടായ ദുർവിനിയോഗം വരുന്നത് മരണസമയമാകുമ്പോൾ 403 ആണ്. IPC സെക്ഷൻ 403. ക്ലിയറായി? മരണസമയത്ത് പരേതൻ്റെ കൈവശം ഉണ്ടായിരുന്ന വസ്തുവിൻ്റെ നേരുകേടായ ദുർവിനിയോഗം വരുന്ന IPC സെക്ഷൻ 403, വസ്തുവിൻ്റെ നേരുകേടായ ദുർവിനിയോഗം വരുന്ന IPC സെക്ഷൻ 404. കൺഫ്യൂസ് ആയി പോകല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ഉത്തരമെഴുതുന്നതാണ്. ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം.
വിവരാവകാശ നിയമപ്രകാരം രണ്ടാം പട്ടികയിൽ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് വിവരം ശേഖരിക്കണമെന്ന് പ്രതിപാദിക്കുന്നു. ഇത് തെറ്റാനുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. കേൾക്കുമ്പോഴേ നമുക്കറിയാം, നമ്മൾ വിവരാവകാശ നിയമപ്രകാരം പഠിച്ചാണ്. രണ്ടാം പട്ടികയിൽ പറയുന്നത് ഏതൊക്കെ സ്ഥാപനങ്ങളിൽ വിവരം നിഷേധിക്കുന്നു എന്നതാണ്. അപ്പോൾ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്നാണ് വിവരങ്ങൾ നിഷേധിക്കുന്നത് എന്നുള്ളതിനുള്ള ഇതാണ് വിവരാവകാശ നിയമത്തിൽ പറയുന്നത്. RTA ആക്ടിലെ രണ്ടാം പട്ടികയിൽ പറയുന്നത്. ഒന്നാം പട്ടികയിലാണ് പറയുന്നത് ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് വിവരം കിട്ടുമെന്ന് പറയുന്നത് ഒന്നാം പട്ടികയാണ്. അപ്പം ഇത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്തത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലാണ് അപ്പീൽ നൽകേണ്ടത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരായി നമ്മളൊരു അപ്പീൽ കൊടുക്കുമ്പോൾ ആർക്കാണ് കൊടുക്കുന്നത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ്. അവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരെ നമ്മൾ അപ്പീൽ കൊടുക്കുന്ന ആർക്കാണ്? ആ ഓഫീസിലുള്ള പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടുമുകളിലുള്ള ഓഫീസർക്കാണ് നമുക്ക് ഫസ്റ്റ് അപ്പീൽ നൽകേണ്ടത് കേട്ടോ. അടുത്തത് അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ റിട്ട് പുറപ്പെടുവിക്കാൻ ഏറ്റവും കൂടുതൽ അധികാരം സുപ്രീം കോടതിക്ക്. അതും വളരെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. അതായത് റിട്ട് പുറപ്പെടുവിക്കാൻ ഏറ്റവും കൂടുതൽ അധികാരം ഉള്ളത് ഹൈക്കോടതിക്കാണ്. അപ്പോൾ റിട്ട് പുറപ്പെടുവിക്കാൻ ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് ഹൈക്കോടതിക്കാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. അടുത്തത് ഇന്ത്യയിൽ IT ആക്ട് നിലവിൽ വരുമ്പോൾ IT വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആരാണ്? അപ്പോൾ IT ആക്ട് നിലവിൽ വരുമ്പോഴാണ്. IT ആക്ട് നിലവിൽ വരുമ്പോൾ IT ആക്ട് മന്ത്രി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്രമോദ് മഹാജനാണ്. ഓപ്ഷൻ എ പ്രമോദ് മഹാജനാണ്. അടുത്തത് 15ാമത്തെ ചോദ്യം. CRPC പ്രകാരം ഏതൊക്കെ അവസരങ്ങളിലാണ് മജിസ്ട്രേറ്റിന് പ്രതിയെ തടങ്കലിൽ വെക്കാൻ അധികാരമില്ലാത്തത്? അപ്പോൾ CRPC പ്രകാരം ഏതൊക്കെ അവസരങ്ങളിലാണ് മജിസ്ട്രേറ്റിന് പ്രതിയെ തടങ്കലിൽ വെക്കാൻ അധികാരമില്ലാത്തതെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഏതൊക്കെയാണെന്ന് നോക്കാം. അധികാരമില്ലാത്തതെന്നാണ് ചോദിച്ചത്. അപ്പോൾ പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാത്ത സന്ദർഭത്തിൽ അത് ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാം ക്ലാസ് മജിസ്ട്രേറ്റ് ആണെങ്കിൽ, അപ്പം അതുപോലെ തന്നെ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിനാണെങ്കിൽ അധികാരമുണ്ട് കേട്ടോ. 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. 2ാം ക്ലാസ് മജിസ്ട്രേറ്റിനും അതുപോലെ തന്നെ പ്രതിയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാത്ത സന്ദർഭത്തിലും അധികാരമില്ല. പ്രതിയെ തടങ്കലിൽ വെക്കാൻ അധികാരമില്ല കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 2ഉം ആണ്. അടുത്തത് ഏതെങ്കിലും കുറ്റാരോപിതനായ വ്യക്തിയിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അയാൾ പോലീസ് കസ്റ്റഡിയിലിരിക്കെ സ്വയമേ സമ്മതിച്ചതാണെങ്കിലും അന്വേഷണത്തിലൂടെ കണ്ടെത്തിയതാണെങ്കിലും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവയെ തെളിയിച്ചിരിക്കണമെന്ന് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ തെളിവ് നിയമത്തിലെ വകുപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ എ ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 27 ആണ്. ഓപ്ഷൻ എ സെക്ഷൻ 27. ഈ സെക്ഷൻസ് ഒന്നും നമുക്ക് പഠിക്കേണ്ട സിലബസ് ഇല്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ സെക്ഷൻ 27 ആണ് എവിഡൻസ് ആക്ട്. 17ാമത്തെ ചോദ്യം. IPC സെക്ഷൻ 304A എന്താണ് വ്യക്തമാക്കുന്നത്? അപ്പോൾ എന്താണ് വ്യക്തമാക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് IPC സെക്ഷൻ 304A എന്താണ്? കുറ്റകരമായ നരഹത്യ അല്ലാതെ ഏതെങ്കിലും അശ്രദ്ധപൂർവമായ പ്രവൃത്തി കൊണ്ട് ഒരു വ്യക്തിയുടെ മരണത്തിന് ഇടയാക്കുന്ന സംഭവമാണ് IPC സെക്ഷൻ 304A വരുന്നത്. അപ്പം ഒന്നുകൂടെ പറയാം. IPC സെക്ഷൻ 304A വരുന്നത് എന്താണ്? കുറ്റകരമായ നരഹത്യ അല്ലാത്ത ഏതെങ്കിലും അശ്രദ്ധാപൂർവമായ പ്രവൃത്തി കൊണ്ട് ഒരു വ്യക്തിയുടെ മരണത്തിന് ഇടയാക്കുന്ന സംഭവം, അതാണ് സെക്ഷൻ 304A. ഇനി അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇതാണ് ചോദിക്കുന്നത്. ശിക്ഷയെ പറ്റിയാണ്. 3 വർഷം തടവോ പിഴശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് ലഭിക്കാവുന്നതാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 3 വർഷമല്ല ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നത് എന്താണ്? 2 വർഷം തടവോ 3 വർഷമല്ല വരുന്നത്. 2 വർഷം തടവോ പിഴയോ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. എ മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 18ാമത്തെ ചോദ്യം. സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിനുള്ള പ്രവേശനം കേരള പോലീസ് നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? അപ്പോൾ സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിൻ്റെ പ്രവേശനത്തെക്കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിനുള്ള പ്രവേശനം കേരള പോലീസിലെ ആക്ടിലെ ഏത് സെക്ഷനാണെന്ന് ചോദിക്കുന്നത്. നമ്മൾ എത്ര വട്ടം മോഡൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുള്ളതാണ്. IPC സെക്ഷൻ ഓപ്ഷൻ ബി ആണ്. IPC സെക്ഷൻ 37 ആണ് സ്വകാര്യ സ്ഥലങ്ങളിലുള്ള പോലീസിൻ്റെ പ്രവേശനത്തെക്കുറിച്ച് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ബാക്കി സെക്ഷൻസോടൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ഒരു മിനിറ്റ്. ഓക്കെ. കേരള പോലീസ് ആക്ട് സെക്ഷൻ 38 എന്താണ്? കൂടെയുള്ള സെക്ഷൻസ് ആണ്. 38 എന്താണ് വരുന്നത്? കുറ്റകൃത്യം തടയുന്നതിനുള്ള പോലീസിൻ്റെ ഇടപെടലാണ് IPC സെക്ഷൻ 38 വരുന്നത്. അതുപോലെ തന്നെ IPC സെക്ഷൻ 39 എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? പോലീസിൻ്റെ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത്. IPC സെക്ഷൻ 39 പോലീസിൻ്റെ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത്. ഒന്നുകൂടെ പറയാം. IPC സെക്ഷൻ 37 സ്വകാര്യ സ്ഥലങ്ങളിലേക്കുള്ള പോലീസിൻ്റെ പ്രവേശനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. IPC സെക്ഷൻ 38 കുറ്റകൃത്യം തടയുന്നതിനുള്ള പോലീസിൻ്റെ ഇടപെടൽ. IPC അല്ല, കേരള പോലീസ്
കേരള പോലീസ് സെക്ഷൻ 30 ഒന്നുകൂടെ പറയാം. കേരള പോലീസ് സെക്ഷൻ 37 സ്വകാര്യ സ്ഥലങ്ങളിലേക്കുള്ള പോലീസിനുള്ള പ്രവേശനം. അതുപോലെ തന്നെ കേരള പോലീസ് ആക്ട് സെക്ഷൻ 38 കുറ്റകൃത്യം തടയുന്നതിനുള്ള പോലീസ് ഇടപെടൽ. കേരള പോലീസ് ആക്ട് സെക്ഷൻ 39 പോലീസിൻ്റെ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. ക്ലിയറായ? അടുത്ത 19 അടുത്ത ക്വസ്റ്റ്യൻ 19ാമത്തെ ക്വസ്റ്റ്യൻ അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ട NDPS ആക്ട് 1985 പ്രസ്താവനകൾ പരിശോധിക്കുക. അപ്പോൾ പരിശോധിക്കുക എന്നാണ്. അപ്പോൾ ഇതിൻ്റെ നോക്കാം നമുക്ക്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ട NDPS ആക്ട് 1985 പ്രസ്താവനകൾ പരിശോധിക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ചാപ്റ്റർ 5A സെക്ഷൻ 68 എഫിലാണ് മുഖ്യമായും ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ അനധികൃതമായോ നിയമവിരുദ്ധമായോ വസ്തുവാണെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം ആ സ്വത്ത് മരവിപ്പിക്കാവുന്നതാണ്. ശരിയായിട്ടുള്ളതാണ്. ആ വസ്തു പിടിച്ചെടുക്കാൻ സാധിക്കാത്തതാണെങ്കിൽ ആ സ്വത്ത് മരവിപ്പിക്കാൻ ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആ സ്വത്തിനെ സംബന്ധിക്കുന്ന എന്ത് വിനിമയം നടത്തണമെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അതോറിറ്റിയുടെ മുൻകൂർ അനുമതി കൂടാതെ സാധ്യമല്ല. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. 1, 2, 3, 4 എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് വരുന്നത്. എല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത് പോക്സോ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമാകുന്നത്? അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത് പോക്സോ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സെക്ഷൻ 16 അല്ലേ? പോക്സോ ആക്ട് സെക്ഷൻ 16 പോക്സോ ആക്ട് സെക്ഷൻ 16 കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. സെക്ഷൻ 16 മാർക്കല്ലേ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സെക്ഷൻസ് കൂടെ പറഞ്ഞു പോകാം. സെക്ഷൻ 12 എന്താണ്? പോക്സോ ആക്ട് സെക്ഷൻ 12 എന്താണ്? ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയാണ്. ഇങ്ങനെ പറഞ്ഞു പോകാം. സെക്ഷൻ 11 എന്താണ്? പോക്സോ ആക്ട് സെക്ഷൻ 11 എന്താണ്? ലൈംഗിക പീഡനത്തെ പറ്റിയാണ്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക പീഡനത്തെ പറ്റിയാണ് പോക്സോ ആക്ട് സെക്ഷൻ 11 പറയുന്നത്. സെക്ഷൻ 12 വരുന്നത് ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയാണ്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയാണ് വരുന്നത് സെക്ഷൻ 12. ശിക്ഷ എന്താണ്? 3 വർഷം വരെ തടവും പിഴയുമാണ്. അതുപോലെ തന്നെ 7ാമത്തെ സെക്ഷൻ എന്താണ്? പോക്സോ ആക്ട് 7ാമത്തെ സെക്ഷൻ എന്താണ്? ലൈംഗിക ആക്രമണമാണ്. കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക ആക്രമണത്തെക്കുറിച്ചാണ്. അതുകൂടാതെ തന്നെ സെക്ഷൻ 7ൻ്റെ ശിക്ഷ വരുന്നത് പോക്സോ ആക്ട് സെക്ഷൻ 8 ശിക്ഷ എന്താണ് വരുന്നത്? ലൈംഗിക ആക്രമണത്തിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 8 വരുന്നത്. പോക്സോ ആക്ട് ശിക്ഷ എന്താണ് വരുന്നത്? 3 മുതൽ 5 വർഷം വരെ തടവും പിഴ ശിക്ഷയും ലഭിക്കുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കുന്ന പോക്സോ ആക്ടിലെ വകുപ്പ് സെക്ഷൻ 16 വരുന്നത്. അതുപോലെ തന്നെ പോക്സോ ആക്ടിലെ സെക്ഷൻ 12 ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയാണ് വരുന്നത്. 3 വർഷം വരെ തടവും പിഴ ശിക്ഷയും. അതുപോലെ തന്നെ 11 ലൈംഗിക പീഡനമാണ്. കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക പീഡനമാണ് പോക്സോ ആക്ട് 11 വരുന്നത്. 11ൻ്റെ ശിക്ഷ വരുന്നത് 12 സെക്ഷൻ 11 കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക പീഡനം. അതുപോലെ തന്നെ സെക്ഷൻ 12 വരുന്നത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷ 3 വർഷം വരെ തടവും പിഴ ശിക്ഷയുമേ. അതുപോലെ തന്നെ സെക്ഷൻ 7 എന്ന് പറഞ്ഞാൽ ലൈംഗിക ആക്രമണമാണ്. കുട്ടികൾക്കെതിരെ ലൈംഗിക ആക്രമണമാണ് വരുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 8 വരുന്നത് ലൈംഗിക ആക്രമണത്തിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് വരുന്നത്. 3 മുതൽ 5 വർഷം വരെ തടവും പിഴ ശിക്ഷയും ലഭിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ 1 വരുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ 1 നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളത് താരതമ്യേന ഇച്ചിരി ടഫായിട്ടുള്ളൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ആയിരുന്നു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്, കൺഫ്യൂസിംഗ് ആയിട്ടൊക്കെ ഉള്ളത്. അപ്പം ഇനി വരുന്ന ക്ലാസ്സിലും ഇനി 2-3 മോഡൽ ക്വസ്റ്റ്യൻ ക്ലാസ്സസോട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ WCP എഴുതുന്ന കൂട്ടുകാരികളെ മാക്സിമം നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ CPOയ്ക്ക് വേണ്ടി നമ്മൾ 5 മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അത് മാക്സിമം നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മുൻവർഷ ചോദ്യങ്ങളുടെ 1 മണിക്കൂർ നീളുന്ന ഒരു ക്ലാസ് ഉണ്ട്, അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളെ എന്തെങ്കിലും ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകളുണ്ടെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ് ഉണ്ട്, അതിലൊന്ന് കയറി കണ്ടാൽ മതി. ഡൗട്ട്സ് ക്ലിയർ ആവും. നമ്മൾ വളരെ ലളിതമായിട്ടാണ് ഓരോ സെക്ഷൻസും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കുട്ടികളോട് മാക്സിമം ഈ മോഡൽ ക്വസ്റ്റ്യൻസ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ 2-3 മോഡൽ ക്വസ്റ്റ്യൻ ക്ലാസ്സോട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മാക്സിമം നമ്മുടെ ചാനലൊന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോടാണ് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പം പുതിയൊരു മോഡൽ ക്വസ്റ്റ്യൻസോട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.